എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഹരിദ്വാറിലേക്കാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ ഹനിക്ക് വേണ്ടിയിട്ടുള്ള ബെഡൊക്കെ റെഡിയാക്കി അംബാല ക്യാൻറ്റിൽ നിന്നും പുറപ്പെടുകയാണ്. രാവിലെ 6:30 ഇറങ്ങണമെന്ന് വിചാരിച്ച് 8 മണിയായപ്പോഴാണ് ഞങ്ങൾ ഹരിദ്വാറിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ അംബാലയിൽ നിന്നും 178 കിലോമീറ്ററാണ് ഹരിദ്വാറിലേക്കുള്ള ദൂരം. 3 മണിക്കൂർ 15 മിനിറ്റ് അങ്ങനെ എന്തോണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾ യാത്ര പുറപ്പെട്ട് അധികം താമസിയാതെ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടേ. അപ്പോൾ ആ കാഴ്ച നിങ്ങളും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ആ കാഴ്ച. ഒരു കുളം നിറയെ പിങ്ക് കളറിലുള്ള ആമ്പൽ വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഹനി ആകാശം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഹനി മാത്രമല്ല ഞങ്ങളും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ യാത്ര തുടർന്നു. ഇതാണ് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വഴിയിൽ ഒരു ധാബയിൽ നിർത്തി. ആലു പൊറോട്ട, പനീർ പൊറോട്ടയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നീട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണേ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ. അയോധ്യ, മധുര, കാശി, കാഞ്ചി, അവന്തിക ആൻഡ് ദ്വാരക ഇതാണ് മറ്റ് 6 പുണ്യസ്ഥലങ്ങൾ. അപ്പോൾ ഈ 7 പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായ സ്ഥലമാണ് ഹരിദ്വാർ എന്നാണ് പറയപ്പെടുന്നത്. ഗംഗാ നദിയുടെ വലത് തീരത്താണ് ഹരിദ്വാർ എന്ന സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹൈവേയുടെ സൈഡിൽ ഇടത് ഭാഗത്തായിട്ട് ഒരു വലിയ ശിവപ്രതിമ, ഹൈവേയുടെ അത്രയും പൊക്കത്തിൽ തന്നെ, ഹൈവേയിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. അങ്ങനെ ഒരു ശിവപ്രതിമ ഞങ്ങൾ കണ്ടേ. അപ്പോൾ അതൊക്കെ അത്ഭുതത്തോടെ നോക്കി ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് കുറച്ച് ദൂരം ഡ്രൈവറൊന്ന് മാറിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഹൈവേയുടെ സൈഡിലൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആദ്യത്തെ ടോൾ വന്നു. 215 രൂപയാണ് ടോൾ. ഇപ്പോൾ ഹരിദ്വാർ വരെയുള്ള യാത്രയിൽ നമ്മൾ മൊത്തത്തിൽ 3 ടോളാണ് ഉണ്ടായിരുന്നത്. 3 ടോളിലും സെയിം എമൗണ്ട് ആയിരുന്നു. 215. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം കൂടിയാണ് ഹരിദ്വാർ. അപ്പോൾ ഹിന്ദു പുരാണ പ്രകാരം ഉജ്ജയിനി, നാസിക്, പ്രയാഗ് ഈ 3 സ്ഥലങ്ങൾ കൂടാണ്ട് കുംഭമേള ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹരിദ്വാർ. അവിടെ കുംഭമേള ആഘോഷിക്കാൻ കാരണം, പണ്ട് പാലാഴി കടഞ്ഞ ശേഷം അമൃത് കിട്ടി. അമൃതുമായിട്ട് മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗരുഡൻ പോകുമ്പോൾ അമൃത കുംഭം തുളുമ്പി 4 തുള്ളികൾ ഭൂമിയിൽ വീണു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 4 തുള്ളികൾ വീണ സ്ഥലങ്ങളാണ് ഹരിദ്വാറും ഉജ്ജയിനിയും നാസിക്കും പ്രയാഗും. അതുകൊണ്ടാണ് ഈ 4 സ്ഥലത്ത് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്തുന്നത്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ആക്ച്വലി ഹരിദ്വാറിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഒരു നഗരമാണ്. കൂടാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലുള്ള ഹരിദ്വാർ. അപ്പോൾ ഗരുഡൻ അമൃത് കുംഭവും കൊണ്ട് പോകുമ്പോൾ ഒരു തുള്ളി വീണതിൽ ഒരു സ്ഥലം ഹരിദ്വാറാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ വീണ സ്ഥലത്തിൻ്റെ പേരാണ് ബ്രഹ്മകുണ്ട്. ആ ബ്രഹ്മകുണ്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിദ്വാറിൽ ഹർ കി പൗടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഭഗവാന്റെ കാൽപാദങ്ങൾ എന്നാണ് ഈ ഹർ കി പൗടി എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അതുകൊണ്ട് തന്നെ ഹർ കി പൗടി എന്ന് പറയുന്നത് ഹരിദ്വാറിലെ എല്ലാ സ്നാനഘട്ടങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനഘട്ടമായി കണക്കാക്കുന്നത് ഹർ കി പൗടിയാണ്. കൂടാതെ ഹരിദ്വാറിലെ എല്ലാ സ്നാനഘട്ടങ്ങളിലും വെച്ചിട്ട് ഏറ്റവും വലിയ സ്നാനഘട്ടവുമാണ് ഹർ കി പൗടി എന്ന് പറയുന്നത്.
ഹരിദ്വാർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അവിടെ കയറുമ്പോൾ തന്നെ വലതുഭാഗത്തേക്ക് കാണിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ അമ്പലത്തിലേക്കുള്ള വഴിയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ഇത്രയും ഫേമസ് ആയ ഒരാളുടെ അമ്പലം എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അവിടെയുള്ള ഈ എന്താ പറയുക, ഓവർ ബ്രിഡ്ജുകളൊക്കെ വളരെ മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സിറ്റി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല ക്ലീനാണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കണ്ടിടത്തോളം സിറ്റി നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ അതൊക്കെ ഹരിദ്വാറിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഇത്രയും സമയം മെൻഷൻ ചെയ്ത ഹർക്കി പോടി എന്ന് പറയുന്ന അതാണ് ഇടതു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് എല്ലാ ദിവസവും വൈകിട്ട് ഗംഗാ ആരതി നടക്കുന്നത്. ഗംഗാ ആരതി എന്ന് പറഞ്ഞാൽ ഗോഡസ് റിവർ ഗംഗയെ പൂജിക്കുന്നതിനെയാണ് ഗംഗാ ആരതി എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾ ഗംഗാ ആരതി കാണാൻ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹരിദ്വാറിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവാൻ പരമശിവൻ ഗംഗാദേവിയെ അല്ലെങ്കിൽ ഗംഗാ നദിയെ തൻ്റെ ജടയിൽ നിന്നും ഭൂമിയിലേക്ക് പതിപ്പിച്ചത് ഹരിദ്വാറിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹരിദ്വാറിന് ഗംഗാദ്വാറിന് മറ്റൊരു പേരും കൂടിയുണ്ട്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലും വളരെ മനോഹരമായ കൺസ്ട്രക്ഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു അമ്പലം ഇരിക്കുന്നു. അപ്പോൾ അത് ആന്ധ്രക്കാരുടെ ഒരു ധാമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹരിദ്വാറിലെ ഒരു നാഷണൽ പാർക്കായ രാജാജി നാഷണൽ പാർക്കിൻ്റെ നടുവിൽ കൂടെയാണ്. രാജാജി നാഷണൽ പാർക്കാണ് രണ്ട് സൈഡിലും കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. അപ്പോൾ നേരത്തെ കണ്ട ഹർക്കി പോഡിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് ഹോട്ടലിലേക്കുള്ള ദൂരം. ഞങ്ങൾ ഓൾറെഡി booking.com ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കാരണം വന്ന ഉടനെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. ഞങ്ങൾ അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് തന്നെ സമയം 12:45 1 മണിയുടെ അടുത്തായിരുന്നു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്ത ശേഷം വൈകിട്ട് ഗംഗാ ആരതി കാണാൻ പോകാനാണ് പ്ലാൻ. റൂമൊന്ന് കാണാമേ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല റൂമായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടാണ് ഹോട്ടൽസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഈ റൂം ആക്ച്വലി 1200 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് റെൻ്റായി വന്നിട്ടുള്ളത് റൂമിന്. അപ്പോൾ ഒരു വലിയ കബോർഡുണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, നല്ല സ്പേഷ്യസ് ആയ ബെഡുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീനായ വാഷ്റൂമാണ്. അപ്പോൾ ഹനി വന്ന ഉടനെ തന്നെ ബെഡിലൊക്കെ കയറി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഒരു വലിയ കണ്ണാടിയുണ്ട്. അങ്ങനെ 1200-ന് അത്യാവശ്യം മോശമല്ലാത്ത റൂമാണ് കിട്ടിയത്. ഹോട്ടലിൻ്റെ 4th ഫ്ലോറിൽ തന്നെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷപ്പായി റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത് വൈകിട്ടൊരു 5:30 ഒക്കെ ആകുമ്പോൾ ഗംഗാ ആരതി കാണാൻ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഗംഗാ ആരതിയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാമേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Please like and share our video. Thank you. Bye.